ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 86 ശ്ലോകം 1-2. സാല്യോ ഭൈഷ്മീ വിവാഹേ യദുബലവിചിതശ്ചന്ദ്രചൂടാദ്വിമാനം വിന്ദൻ സൗഭം സമായി ത്വയി വസതി കുരും ത്വത്പുരീമഭ്യഭാങ്ക്ഷീത്. പ്രദ്യുമ്നസ്തം നിരുന്ദൻ നിഖിലയദുപഠൈർന്യഗ്രഹീദുഗ്രവീര്യം തസ്യാമാത്യം ദ്യുമന്തം വ്യജനി ച സമര സപ്തവിംശത്യഹാന്തഃ. താവത്ത്വം രാമശാലീ ത്വരിതമുപഗത ഖണ്ഡിതപ്രായസൈന്യം സൗഭേശം തം ന്യരുന്ദാഃ സ ച കില ഗദയാ ശാർങ്ങമഭ്രംശയത്തെ. മായാതാദം വ്യഹിംസീദപി തവ പുരതസ്തത്വയാ ഭീക്ഷണാർത്ഥം നാജ്ഞായീത്യാഹുരേകേ തദിദമവമതം വ്യാസ ഏവ ന്യഷേധീത്. സാല്വഃ ഭൈഷ്മീ വിവാഹേ യദുബലവിജിതഃ ചന്ദ്രചൂടാത് വിമാനം വിന്ദൻ സൗഭം സഹ മയി ത്വയി വസതി കുരൂൻ ത്വത് പുരീം അഭ്യഭാങ്ക്ഷീത്. പ്രദ്യുമ്നഃ തം നിരുന്ധൻ നിഖിലയദുഭടൈഃ ന്യഗ്രഹീദുഗ്രവീര്യം തസ്യ അമാത്യം ദ്യുമന്തം വ്യജനി ച സമരഃ സപ്തവിംശതി അഹാന്തഃ. താവത് ത്വം രാമശാലീ ത്വരിതം ഉപഗതഃ ഖണ്ഡിതപ്രായസൈന്യം സൗഭേശം തം ന്യരുന്ധാഃ സഹ ച കില ഗദയാ ശാർങ്ങം അഭ്രംശയത് തേ. മായാതാതം വ്യഹിംസീത് അപി തവ പുരതഃ തത് ത്വയാ അപി ക്ഷണാർത്ഥം ന അജ്ഞായി ഇതി ആഹുഃ ഏകേ തത് ഇദം അവയതം വ്യാസ ഏവ ന്യഷേധീത്. പദങ്ങൾ. ഹരേ കൃഷ്ണ. இங்கே பகவான் கிருஷ்ணன் ராஜசூயத்தில் இருந்து நிறைய நாளைக்கு குடும்பத்தோடு இங்கே வந்திருந்தார் அப்படின்னு சொன்னும் ராஜசூயம் முடிஞ்சிட்டு உடனே எல்லாம் கிளம்பப்படாது சொல்லி பாண்டவாளும் குந்தி தேவியும் ரொம்ப ஸ்நேகத்தோடு இருக்க சொல்ல அப்படி இருந்திருக்கார். இந்த சமயத்தில் ഭൈഷ്മീ വിവാഹേ യദുബല വിജിതഃ സഹ സാല്വഃ. രുക്മിണി സ്വയംവര സമയത്തിൽ இந்த யாதவ சைன்யம் நிறைய பேரை தோக்கடிச்சா. എന്നിട്ട് ருக்மிணியை ஹரணம் பண்ணின்னு வந்தா. இந்த சிசுபாலன் அப்படி நிறைய பேர் இருந்தா. அந்த கூட்டத்தில் சால்வராஜா இருந்தார். அந்த சால்வராஜாவையும் ഇവ എല്ലാവരെയും തോക്കടിച്ചാൽ മാതിരി അവരെയും തോക്കടിച്ച. അന്ന് സാല്വരാജ പോയി ചന്ദ്രചൂടാത് സൗഭം വിമാനം വിന്ദൻ ശിവനെ തപസ് പണി സന്തോഷപ്പെടുത്തി ശങ്കരൻ്റേന്ത് സൗഭങ്കര പേരിൽ ഒരു വിമാനം അവനക്ക് കിടച്ചത്. മായി ത്വയി കുരൂൻ വസതി ത്വത്പുരീം അഭ്യഭാങ്ക്ഷീത്. അപ്പോൾ ഭഗവാൻ കൃഷ്ണർ ഇங்கே இல்லை, மதுரால இல்லை, குரு
தேசத்தில் பாண்டவா கூடயாக்கும் இருக்காங்கிறது தெரிஞ்சுந்து அந்த சமயத்தில் ത്വത്പുരീം അഭ്യഭാങ്ക്ഷീത് ദ്വാരകയെ ആക്രമിക്കാൻ എന്ന സാൽവൻ പ്രദ്യുമ്നഃ നിഖിലയദുഭടൈഃ തം നിരുന്ധൻ പ്രദ്യുമ്നൻ അങ്ങിരുന്ന യാദവ ഭടന്മാരെ പൂര സാൽവൻ വന്ന് യുദ്ധം പണി അവളെല്ലാം തോക്കടിക്കറ തസ്യ അമാത്യം ഉഗ്രവീര്യം ദ്യുമന്തം നഗ്രഹീത അങ്കുള്ള മന്ത്രിയാന പരാക്രമശാലിയാന ദ്യുമാന കൂടി വധം പണിയൂട്ട പ്രദ്യുമ്നം മാത്രം മിച്ചമിരിക്കാൻ സമരഹ സപ്തവിംശത്യഹാന്തഃ വ്യജനീച്ച 27 നാളത്തെ യുദ്ധത്തിലെയും அந்த പ്രദ്യുമ്നം പിടിച്ചു നിന്ന് അതായത് എന്താ സാൽവനിരിക്കെ ഒരു വരം കൂടി ഭഗവാൻ ശങ്കരൻ്റെത് വാങ്ങിയിരുന്നാരാ കൃഷ്ണനെ വിട്ട് ബാക്കി എല്ലാവരെയും എനിക്ക് വധം പണ്ണർത്തുക്കുള്ള ശക്തി വേണം അപ്പടിയൊന്നുമില്ല അപ്പം അത് യാദവ സൈന്യത്തെ നിറയെ വധം പണി വിട്ടുവിട്ട അപ്പം അതുക്കപ്പുറം ബലരാമൻ കൂടെ കൃഷ്ണരും വന്ന് ഇങ്ങ യുദ്ധத்துக்கு വരാൻ താവത് ത്വം രാമശാലി ത്വരിതമുപഗത ഇത് தெரிஞ்சதும் ഉടനെ ഭഗവാൻ കൃഷ്ണരും ബലരാമരുമാ വന്ന് ഖണ്ഡിതപ്രായ സൈന്യം തം സൗഭേശം ഞെരുന്താഹ இந்த സൈന്യം മിക്കവാറും എല്ലാവരും പോയാച്ച് അപ്പടിയുള്ള அந்த സൗഭേശനെ ഇവ രണ്ടുപേരുമാ ഞെരുന്താഹ പോരടിക്കറ എതിരാടറ സഹാച്ച ഗതയാത്തേ ശാർങ്ങം അഭ്രംശയത് കില സാൽവരാജൻ തന്നോട് ഗതയെ വെച്ചെന്ത് ഭഗവാനോട് ശാർങ്ങങ്കറ എന്ന ചാപത്തെ അടിച്ച് തള്ളിപ്പോട്ടുവിട്ടാളാം അപി തവ പുരതഃ മായാതാതം വിഹിംസീത അതുക്കപ്പുറം എന്നെ പറഞ്ഞ ഭഗവാനോട് മുന്നാടിയെ വെച്ചെന്ത് മായയിനാൽ വസുദേവരെ ഒരു വിമാനത്തിൽ വെച്ചെന്ത് വസുദേവരെ ഹനിക്കറാമാതിരി നിഗ്രഹം പണറാമാതിരി കൃഷ്ണർ മുന്നാടി കാട്ടിനാളാം തത് ത്വയാ അപി ക്ഷണാർത്ഥം ന അജ്ഞായി ഇതി ഏകേ ആഹുഹു ഒരു നിമിഷം ഭഗവാൻ കൂടി തന്നോട് അപ്പാക്ക് ഏതാവത് ഹിംസ വന്നതോ അപ്പടിന്ന് നനച്ചാരാ കേട്ട അപ്പടിന്ന് ചിലവാ ചൊല്ലറാളാം ഏകേ ആഹു ചിലവാ ചൊല്ലറാ ஆனால் அது ശരിയില്ലേ ചൊല്ലറ തത് ഇതം അവമതം അത് ശരിയില്ലേ അവമതം എന്നാൽ നേരെ ഓപ്പോസിറ്റ് വിരുദ്ധமான അഭിപ്രായമാകലാട്ട തെറ്റാക്കും അപ്പടി ചൊല്ലപ്പെട്ടത് വ്യാസഃ ഏവ നിഷേധീത വേദവ്യാസ ഭഗവാനെ ഇത് നിഷേധിച്ചിരിക്കാർ ഭഗവാൻ അപ്പടി ഭയപ്പെടൊന്നുമില്ലേ ഭഗവാനൊക്കെ തിരിയാത്ത മായ ഭഗവത് മായ മീതി എല്ലാ മായയും മാറ്റപ്പെട്ടതല്ലോ ആ ഭഗവാനോടുമായി அதனால் ഭഗവാൻ അതിൽ വ്യസനപ്പെടലേ ഭഗവാനുക്ക് தெரிஞ்சது ഇവനോട് മായ പ്രയോഗമാക്കുന്നത് தெரிஞ்சது அப்படின்னு சொல்லறேன். ഹരേ കൃഷ്ണ.